നൈറ്റ് ഫ്ലോറിഡയിലെ ഡസ്റ്റിലാണ് ഉള്ളത്, ഇവിടുത്തെ ഒരു ക്യാമ്പ് സൈറ്റിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീച്ചിലൊക്കെ കളി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറിയും പൊറോട്ടയ്ക്ക് വേണ്ടി റെഡി ആയതാണ്. ഞാൻ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു. ചിക്കനെ റെഡിയായി തിരുമ്മി വെച്ചു. വെളുത്തുള്ളിയും ഇഞ്ചിയും ടൊമാറ്റോയും. അത് കഴിഞ്ഞപ്പോൾ ഓർത്തത് സബോള ഇല്ലായിരുന്നു എന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഞ്ഞിയും പയറൊക്കെ വെച്ചപ്പോൾ ഞങ്ങളുടെ ഒനിയും തീർന്നു കാര്യം മറന്നുപോയി. ഇപ്പം ഞാൻ ജോമറ്റിന് വിട്ടേക്കാണ് ഒനിയും വാങ്ങിക്കാനായിട്ട്. ഇവരുടെ അടുത്തൊരു ഷോപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ട് വിട്ടേക്കാണ്. എന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൺലി ഒനിയും മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഒനിയും വന്നിട്ട് വേണം എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് പൊറോട്ട കൂട്ടി കഴിക്കാൻ. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു നല്ലൊരു കോമ്പിനേഷനുള്ളൂ പൊറോട്ട വാങ്ങിച്ചു വെച്ച് കുറച്ച് ദിവസമായി. ഞങ്ങൾ ടൊറോണ്ടോ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇതുവരെ എടുക്കാൻ അവസരം കിട്ടിയില്ലായിരുന്നു. കാരണം കൂടുതലും ഞങ്ങൾ കഞ്ഞിയും പയറും അങ്ങനത്തെ സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ചോദിച്ചു ചേഞ്ച് ആയിക്കോട്ടെ, പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് ചോദിച്ചു. ബാർബിക്യൂം കഴിച്ചൊക്കെ മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇന്ന് ഞങ്ങൾ പൊറോട്ടയും ഇതും കഴിക്കുന്നു. ഒനിയും വന്നാൽ അപ്പം സ്റ്റാർട്ട് ചെയ്യും ഞങ്ങളുടെ കുക്കിംഗ്. ഉള്ളി റെഡി. സവോള ഇതാണ് സവോള ഗിരി 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 എന്ന് പറയുന്നത്. നീ കണ്ടിട്ടുണ്ടോ സവോള ഗിരി ഗിരി ഗിരി? ഇതാണ് സവോള ഗിരി ഗിരി. സവോള ഗിരി 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 ഗിരി. അയ്യോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. ഒനിയൻ അവിടെ സൈഡിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒനിയനായിട്ട് വേണം ഒനിയൻ ഇടാനായിട്ട്. റെഡിയായി. അങ്ങനെ നമ്മുടെ രണ്ടാഴ്ചത്തെ മുമ്പുള്ള പൊറോട്ടയ്ക്ക് ഇന്ന് ശവമോഷം കിട്ടാണ്. 2 ആഴ്ചയായിട്ട് പുള്ളി ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. നല്ല മലബാറി പൊറോട്ടയാണ്. എനിക്കിഷ്ടമല്ലേ പൊറോട്ടയും ചിക്കനും? നമ്മൾ നാട്ടിൽ പോയപ്പോൾ പൊറോട്ട കഴിച്ചെന്ന് ഓർക്കല്ലോ. സൂപ്പർ സ്പൈസിയാ. ഒന്ന് സ്പൈസി ഇല്ലാണ്ടെന്നുണ്ടായിരുന്നു. കളറായി വന്നുള്ളൂ. മൂത്ത് വെച്ചേ നമ്മൾ അടുത്ത ഒനിയൻ ഇടുന്നതാണ്. കറിവേപ്പില ഞങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയി. കറിവേപ്പില ഇതുവരെ വാങ്ങിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. ഒനിയൻ ഇടാൻ പോണ നമ്മുടെ ഇതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒനിയൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ബേസിക് ഉള്ള സാധനം കാരണം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. വേറെ നിങ്ങൾ സ്കിപ്പ് ചെയ്യായിരുന്നു. ഒനിയൻ ഇല്ലാണ്ട് കറി ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങിയത്. വാൾമാർട്ടിൽ പോയാ സവാള കിട്ടും. ഒരു 1/2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാകുന്നു വാൾമാർട്ടിലേക്ക്. എന്റെ മിക്സിങ് ഇനി ആയിട്ടൊന്നും ആയിട്ടില്ല.
എനിക്ക് വാൾമാർട്ടിൽ കൊണ്ടുവന്നു ഇനിയും വാങ്ങിക്കാനായിട്ട്. അല്ലാണ്ട് ഇവിടുത്തെ കട അടച്ചു പോയില്ലായിരുന്നു. ഞാൻ പിന്നെ എന്നിട്ട് അന്നേരം ഭാഗത്തിന് അപ്പുറത്തെ ക്യാമ്പ് സൈറ്റില് ആ പുള്ളിക്കാരി വന്നു. അതിന്റെ കൂടെ പോയി വാൾമാർട്ടില് പുള്ളിക്കാരി വാൾമാർട്ടിലേക്കാണ്. അതും പിന്നെ പുള്ളിക്കാരുടെ ഷോപ്പിംഗ് കഴിയണത് ഞാൻ വെയിറ്റ് ചെയ്തു. ഇതിന് അതൊന്ന് തിരിച്ചുകൊണ്ട് വിട്ടു. അതുകൊണ്ട് നമുക്ക് ഉള്ളി കിട്ടി. ഇനിയെങ്കിലും പോകുമ്പോ എല്ലാം ഉള്ളി മേടിച്ച കേട്ടോ. അത് ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ബുക്ക് ചെയ്ത് നമ്മള് തീർന്ന് ഞാൻ ഓർക്കണ്ടേ. നമ്മളിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് കുറവല്ലായിരുന്നു. ഇല്ലായിട്ടൊന്നും ബുക്ക് ചെയ്തില്ലല്ലോ. ബാർബിക്യൂ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണ നമ്മൾ ഓർത്തില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു വെക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു കറിയുന്ന നമ്മള് ഒനിയും സ്കിപ്പ് ചെയ്യേണ്ടി വരും. സാധനങ്ങൾ കട്ട് ചെയ്ത് ഇപ്പൊ പ്രാവശ്യം കറിവേപ്പിലാണ് നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ നമ്മള് പല സാധനം കട്ട് ചെയ്യേണ്ടി വരും അടുത്ത കറി ഉണ്ടാക്കണമെങ്കിൽ. എനിക്കറിയുന്നില്ല ഒന്നുണ്ടെങ്കിൽ അടുത്ത ഒനിയും ഒന്നും കോഴിക്കറി തരും. എടാ പൊറോട്ടയും കോഴിയിറച്ചി നീ ഓർക്കല്ല നമ്മൾ നാട്ടിൽ പോയപ്പോ പൊറോട്ടയും കോഴിക്കറിയും കഴിച്ചേ ഇല്ലടാ? ഓർക്കല്ലേ? യമ്മി കോഴിക്കറി, ചിക്കൻ. അങ്ങനെ നമ്മുടെ വേൾഡ് ഫേമസ് കോഴിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലായിട്ടും തക്കാളി ഇട്ടില്ലേ? തക്കാളി ഇട്ടില്ലേ? ഓ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ചിക്കൻ മസാല ഇത് പരസ്യല്ല. കോഴിയുടെ കഴിച്ചോളാം. നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ ചട്ടിലേക്ക് ചാടാൻ പോണം. ഞാൻ ഓൾറെഡി ഇതിനകത്ത് മസാലയ്ക്ക് തിരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ കൂടുതൽ മസാലകൾ ഇടുന്നില്ല. ഒരു എരിവണി പിള്ളേര് കഴിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എരി കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നുണ്ട്. ചിക്കൻ കറി അങ്ങനെ നമ്മുടെ കോഴിക്കറി റെഡിയായി. ഒരു കോഴിന്റെ മണമൊക്കെ ഉണ്ട്. നമ്മുടെ പൊറോട്ടയാണെങ്കിൽ എടുത്തത് നല്ല മലബാർ പൊറോട്ട ചട്ടി കിടന്ന് ഉരുളലോട്. പാവം പൊറോട്ട കഴിച്ചിട്ട് നാളെ 2 ആഴ്ച ഫ്രീസിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് തന്നെ ഇറക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്നാണ് അതിന് പുറത്തിറങ്ങാൻ അവസരം കിട്ടിയത്. അങ്ങനെ നമ്മുടെ പൊറോട്ടയും അപ്പൊ നമ്മള് പൊറോട്ടയും ചിക്കൻ കറിയും പറഞ്ഞു വരുന്നത്. ഈ പൊറോട്ട ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഇവര് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എന്റെ കറി എങ്ങനെ ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. അത് നോയ്ക്ക് കൊടുക്കുന്നില്ല. സ്പൈസി കൊടുക്കണം. ചെറുതായിട്ട് ഇതില്ലെന്നു ജലദോഷം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ പൊറോട്ടയും വറുത്തരച്ച കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ചില്ലേ? വറക്കണ ഉണ്ടാവുമല്ലോ. അത് വഴറ്റിയെടുത്തോളൂ. വഴറ്റിയെടുത്താൽ ഓക്കെ. സോറി, മാറിപ്പോയി. വഴറ്റിയെടുത്താൽ. അപ്പോൾ നമ്മൾ അങ്ങനെ വഴറ്റിയെടുത്ത കോഴിക്കറിയും പൊറോട്ടയും കൂടെ കൂടിയാണ് ഇന്നത്തെ ഡിന്നർ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
കുറച്ച് പാലെടുത്ത് തരാം. വാ, അല്ല നാടൻ കോഴിക്കറി പറയുന്നത് ഒന്നും പറയണ്ട, സൂപ്പർ. ശരിയാ. എന്തെങ്കിലും പറഞ്ഞാൽ അല്ലേ അടുത്ത ദിവസം ഉണ്ടാക്കൂല, കുഴപ്പമില്ല കേട്ടോ. അല്ല മോട്ടോർ ഹോം ക്യാമ്പ് ചെയ്യണവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഫുഡാണ് കോഴിക്കറിയും പൊറോട്ടയും. പൊറോട്ട ഉണ്ടാക്കിയതല്ലോ, അത് ഫ്രോസൺ വാങ്ങിച്ചതല്ലോ. നോവൻ ചിക്കൻ കഴിക്കണ്ട. അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ ഫുഡ് അടിച്ച് ഉറങ്ങണം. നാളെ ഞങ്ങൾ ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. ക്യാമ്പ് സൈറ്റ് ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. അങ്ങനെ നല്ല ബീച്ചൊക്കെ ഉള്ളത് ഞങ്ങൾ ഒരു ദിവസം കൂടി സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ നാളെ ഞങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ബീച്ചൊക്കെ കാണിച്ചാൽ. ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ അധികം ഞങ്ങൾ ബീച്ചിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വന്നപ്പോൾ തന്നെ ഇവരൊക്കെ വെള്ളത്തിൽ ചാടി. പിന്നെ വൈകുന്നേരം കുറെ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട് നമ്മുടെ ബീച്ചിന്റെ സാൻഡ് ബീച്ചിന്റെ സൈഡിലൊക്കെ ജെല്ലി ഫിഷിനെ കുറെ കാണാം. നോ ഫുഡിന് ഇവിടെ ഇടയ്ക്ക് അറിയാൻ തരുന്നത്, അപ്പൊ അതിന് കൊടുത്താ കണ്ടോ.